ഇവര് ധാരാളം മാപ്പ് എഴുതിയതുകൊണ്ടാണല്ലോ ഇത് പിന്നെ സവർക്കറില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സവർക്കറില് ഇംപ്ലിമെന്റ് ചെയ്യാണ്, അത് ബോധപൂർവം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മള് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പൊളിറ്റിക്കൽ സിനാരിയോയില് റിപ്ലൈ പറയാൻ ആരെങ്കിലും വന്നു തുടങ്ങിയത്. അതുവരെ ഗോളില്ലാത്ത പോസ്റ്റില് മാറി മാറി ഗോൾ അടിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആണല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും സ്ട്രാറ്റജി വൈസ് ഒരൊറ്റ കാര്യം മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അന്ന് വരെ അവര് എന്തൊക്കെ നറേഷൻസ് കൊണ്ടുവന്നോ ആ നറേഷൻസിനെ കൗണ്ടർ വെക്കാൻ പോലും ഒരു പാർട്ടിയും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവസരത്തിനൊത്ത് ഇത് നറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റിയിരുന്നു. ഇപ്പൊ ആ നറേഷൻസ് ഒന്നും നടക്കില്ല, കാരണം ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതിരിക്കാത്ത കേസ് ഇല്ല. ഇപ്പൊ സവർക്കർ കേസിൽ തന്നെ സവർക്കർ ഇവിടെ ലണ്ടനില് ഇന്ത്യൻ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ അവിടെ ലെനിൻ വന്ന് കാണുന്നു. അപ്പൊ എന്താണ് ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ സവർക്കർ ഐഡന്റിഫൈ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സവർക്കർ വളരെ ചെറുതാവുമ്പോ തന്നെ 1957 കലാപത്തിനെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ അയാളെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന പല ആളുകളെയും പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തില് സവർക്കർ എന്ന് പറയുന്ന വ്യക്തി. സവർക്കർ അവിടെ വെച്ച് നോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടി ഏതൊക്കെ റവല്യൂഷണറീസ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഈ ലണ്ടനിൽ വെച്ച് സവർക്കർ കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് ഇന്ന് പറയുന്ന എല്ലാവരും അതിനകത്ത് ജിഹാദിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. എല്ലാവരും സവർക്കറിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഇത് കാണാൻ പറ്റും നമുക്ക്. എല്ലാവരും സവർക്കറിന്റെ അടുത്ത് പോകും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രല്ല ഇന്ത്യയിലെ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ. ഇപ്പോ 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു പല സ്ഥലത്തു നിന്നും മഹാരാഷ്ട്രയിൽ നിന്ന് അങ്ങനെ പല ആളുകളിൽ നിന്നും ചെറിയ ചെറിയ ചിന്ത ഉണ്ടാവുകയും അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആളുകൾ ഇത് ക്രോഡീകരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സായുധ വിപ്ലവത്തിലേക്ക് പോയതാണ്. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന ഒരു തീക്ഷ്ണബോധം എന്ന് പറയുന്നത് ഇങ്ങനെ എക്സാക്ട്ലി ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോ സവർക്കർ ഇവിടെ എത്തുമ്പോ എന്താണ് പിന്നെ ലണ്ടനിൽ എത്തുമ്പോ അവിടെ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. സവർക്കറിനേക്കാളും ഏജൊക്കെ വളരെയധികം കൂടിയ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവിടത്തേക്കാണ് സവർക്കർ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ചെറിയ രീതിയിലൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രത്യക്ഷത്തില് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ കൊളോണിയൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം, മുഴുവനായിട്ടും പോകണം എന്ന് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ബ്രിട്ടീഷ് രാജ് കംപ്ലീറ്റ് ആയിട്ട് കളയണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വലിയ ദിശാബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ വലിയ ദിശാബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവര് ലണ്ടനില് ഒരു ഗ്രൂപ്പ്
ന്റെ അടുത്തേക്ക് സവർക്കർ എത്തുന്നത്. സവർക്കർ എത്തിക്കഴിഞ്ഞതിന് ശേഷം സവർക്കറും ഈ ഗ്രൂപ്പ്സും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ നമ്മള് പിന്നെ കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിന് ബോംബ് മാനുവൽസ് സെൻഡിങ് ഫ്രം ലണ്ടൻ ടു ഇന്ത്യ എന്നാ പറയുന്നത്. അപ്പൊ ഇവര് അയച്ചിരുന്ന ഈ ബോംബ് മാനുവൽസ് എന്നറിയപ്പെടുന്ന എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, വിപ്ലവം ചെയ്യണം, ഏത് രീതിയിൽ പിടിച്ചടക്കണം എന്നൊക്കെ പറയുന്ന കുറെ ഈ മാനുവൽസ് ഇവർ ഇങ്ങനെ നിരന്തരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അത് എങ്ങനെയാണ് കൊടുത്തുവിടുന്നത്, ആരിലൂടെയാണ് കൊടുത്തുവിടുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് അനേകം കാര്യങ്ങളൊക്കെ കൊടുത്ത് സവർക്കർ തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കത് അവൈലബിൾ ആണ്, ആരിൽ നിന്ന് ഏത് വഴിയാണ് അത് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ആ സമയത്ത് വ്ളാഡിമിർ ലെനിന് സവർക്കറെ കാണുന്നുണ്ട്. സവർക്കറെ ലെനിന് പരിചയപ്പെടുത്തുന്നത് തന്നെ സവർക്കർ ഐറിഷിലെ ഒരു റവല്യൂഷണറി ഗ്രൂപ്പ്സ് നെ പരിചയപ്പെടുകയും അവിടെ ചെന്നിട്ട് അവരുമായിട്ട് ഈ സവർക്കർ നന്നായി എഴുതുകയും നന്നായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളെ ഐറിഷ് റവല്യൂഷണറീസ് ലണ്ടനിൽ വെച്ച് കാണുകയാണ് ചെയ്യുന്നത്. അവരുമായിട്ട് അവരുടെ നേതാവിന്റെ ഒരു പേരുണ്ട്. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരാണ് ലെനിനെ പരിചയപ്പെടുത്തുന്നത്, സവർക്കറിനെ പറ്റിയിട്ടും പരിചയപ്പെടുത്തുന്നതും. അങ്ങനെ സവർക്കറും ഈ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറീസ് ഒക്കെ ലണ്ടനില് ഇവിടെ ഇന്ത്യ ഹൗസ് എന്നെങ്ങാണ്ടാണ് അതിന്റെ പേരെന്ന് തോന്നുന്നു, അവിടെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇവരിത് വളരെ ബോധപൂർവം ഇങ്ങനെ സവർക്കറെ പിന്നീട് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, 1960-കൾക്ക് ശേഷം 69-കൾക്ക് ശേഷം മാത്രമാണ് സവർക്കറിനെതിരായിട്ട് സവർക്കർ ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുടെ ആളാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ എഴുതുന്നത്. സവർക്കർ പലപ്പോഴും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് വേറൊരു രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് ഗോഡ്സെയുടെ കോർട്ട് പെറ്റീഷൻസിൽ വാദം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഗോഡ്സെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ്സെ സവർക്കറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിന് എതിരെ ഗോഡ്സെ കേസ് വാദിക്കുന്ന 38 പോയിന്റുകളുണ്ട്. അതിനകത്ത് ഗോഡ്സെ പറയുന്ന ഒരു കാര്യം, ഗോഡ്സെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഗോഡ്സെ ഇങ്ങനെ തുടങ്ങുന്നത്, ഞാൻ സവർക്കറുടെ പ്രേരണയാലാണ് ഈ ഗാന്ധിവധം ചെയ്ത് എന്ന് പറയുന്നത് എന്റെ ഐഡിയോളജിക്കും ഞാൻ വ്യക്തി എന്ന രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കും കളങ്കം ചാർത്തുന്നതാണ്, മറ്റൊരാളുടെ പ്രേരണയാലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ 38 പോയിന്റുകള് ഗോഡ്സെ വിശദീകരിക്കുന്നത്. അത് വളരെ കാലം നെഹ്റു മരിക്കുന്നവരെ ഗോഡ്സെയുടെ ആ വിചാരണ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല, അത് മൂടി വെച്ചിരുന്നു. ഗോഡ്സെ തന്നെ ആ സമയത്ത് ഇത് പുറത്തു വിടണം എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് അത് പുറത്തു വിടുന്നത്. അപ്പൊ അതിനകത്ത് ഗോഡ്സെ പറയും, ഈ സവർക്കറുമായിട്ട് എന്തുകൊണ്ടാണ് ഹിന്ദു സഭയിൽ ആദ്യം പ്രവർത്തിച്ചിരുന്ന ആള് സവർക്കറുമായിട്ട് തെറ്റിപ്പിരിയുന്നതിനെ കുറിച്ച് അദ്ദേഹം 2-3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സവർക്കറിന്റെ ആശയങ്ങള് പണ്ട് അവരെയൊക്കെ പ്രചോദിപ്പിച്ചതുപോലെ ഈ ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ എഴുതിയിരുന്നതും പല കാര്യങ്ങളും ചെയ്തിരുന്നത് പോലെ അല്ലാതെ വരികയും അദ്ദേഹത്തിൽ വളരെയധികം മനോമാറ്റം ഉണ്ടാവുന്ന രീതിയിൽ, അതിന് അദ്ദേഹം പറയുന്നത്, ഈ ഗോഡ്സെ പറയുന്നത്, വയസ്സായി കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴത്തേക്ക് ഗോഡ്സെയുടെ ഒരു കാലത്തുമ്പോഴത്തേക്ക് സവർക്കറിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയത്തക്ക വലിയ ആശയങ്ങളൊന്നും ഹിന്ദു മഹാസഭയ്ക്ക് പ്രചോദിപ്പിക്കത്തക്ക രീതിയിലൊന്നും തരാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ആദ്യമേ കുറച്ചു കാലങ്ങളായിട്ട് 2-3 ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരുമായിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം,
സവർക്കർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഡൽഹിയിലെ ഒരു അമ്പലത്തിനകത്ത് ഗാന്ധിജി ഖുറാൻ വായിക്കുകയും അതേസമയം ഡൽഹിയിലെ മറ്റൊരു മസ്ജിദില് ഭഗവത്ഗീത വായിക്കണമെന്ന് പറഞ്ഞപ്പോ ഗാന്ധിജി അത് പ്രശ്നമാകും, അവിടെ ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇത് ഗാന്ധിജിയുടെ ഒരു ഈ ഈ പറയുന്ന ഗാന്ധിജി പോലും അന്ന് ഈ രീതിയിൽ ആളുകളെ ഭയപ്പെട്ടിരുന്നു. അപ്പോ ഈ കാര്യം സവർക്കറോട് ഉന്നയിച്ചപ്പോ ഗാന്ധിജി ഇത്തരത്തിലുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോ എന്ന് പറയുക മാത്രമല്ല, ഇത്തരം ചില പ്രവർത്തനങ്ങൾക്കെതിരെ ഇവര് റവല്യൂഷണറി മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ആയുധം ഉപയോഗിച്ച് ഒരു ഡൽഹിയിൽ വെച്ചിട്ടൊരു സ്ഫോടനം നടത്താൻ പ്ലാൻ ചെയ്യുന്നു എന്ന് ഉള്ള പ്ലാൻ ചെയ്യുകയാണോ അത് ബോംബ് പൊട്ടിയെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം ഓർമ്മയില്ല. 3 സ്ഫോടന പരമ്പര എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ഈ കുറച്ച് യുവാക്കള് ഈ ഹിന്ദു മഹാസഭയിലുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇത്തരം ഇങ്ങനെ ഒരു പ്ലാൻ ഇതിന് സായുധപരമായിട്ട് ആണ് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞപ്പോ സവർക്കർ ഗോഡ്സെയോട് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി പ്രവർത്തിക്കുന്നത് അഹിംസയിലൂടെയാണ്. അപ്പോ നിങ്ങള് ആ രീതിയിൽ വേണം അതിന് മറുപടി കൊടുക്കാൻ. നിങ്ങൾക്ക് മീറ്റിംഗുകൾ നടത്താം, പൊതുയോഗങ്ങൾ നടത്താം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഈ ആയുധം ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം റവല്യൂഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഈ സംഭവത്തെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ് സവർക്കർ ചെയ്യുന്നത്. അപ്പോ ഗോഡ്സെ ഇതിനകത്ത് പറയുന്നു, ഇങ്ങനെ 2-3 സംഭവങ്ങൾ സവർക്കറിൽ നിന്ന് വന്നപ്പോ എനിക്ക് അയാളോട് ഒട്ടും താല്പര്യവും തോന്നിയില്ല. പിന്നീട് സവർക്കറിന്റെ വീക്ഷണത്തിലുള്ള ഒരു ഹിന്ദു മഹാസഭയായിട്ട് യോജിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രാജിവെക്കുകയും സവർക്കറോടുള്ള ആശയപരമായ വിയോജിപ്പ് കാരണം ഞാൻ അതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയും പിന്നീട് ഞങ്ങള് കുറച്ച് ആളുകള് ഞങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കേസ് വാദിക്കുന്ന അതിൽ കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിലായിരുന്നു സവർക്കർ പല സംഭവങ്ങളെയും കണ്ടിരുന്നത്. നമ്മള് നോക്കിക്കഴിഞ്ഞാല് സവർക്കറിനെ കുറിച്ച് ഈ കേസ് വിചാരണയില് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും പോയിന്റ് ആയിട്ടാണ് ഈ ഗോഡ്സെ പറയുന്നത് കേസ് വാദിക്കുന്ന സമയത്ത്. പല കാര്യങ്ങളും ഗോഡ്സെ ഓരോ വ്യക്തി എടുത്ത് ആരാണ് സവർക്കർക്കെതിരെ, സവർക്കറും ഞാനും മീറ്റ് ചെയ്തിരുന്നു, സവർക്കർ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് ആരാണ്, ആ സന്ദർഭത്തിൽ എവിടെ വെച്ചാണ് ഈ ഗൂഢാലോചനയ്ക്ക് ആസൂത്രിതമായത് എന്ന് ആരോപിക്കുന്ന സ്ഥലത്ത് അന്ന് ഞാൻ ഏത് ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്, അപ്പൊ സവർക്കർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്, അന്ന് എന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അന്ന് രാവിലെ എവിടേക്കാണ് പുറത്തു പോയത് എന്നിങ്ങനെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ആരോപണങ്ങൾക്കെതിരെ കൃത്യമായിട്ട് സവർക്കർ ഗോഡ്സെ മജിസ്ട്രേറ്റിന് മുമ്പില് അദ്ദേഹത്തിന്റെ വാദഗതികൾ നിരത്തുന്നുണ്ട്. സ്വന്തമാണ് കേസ് വാദിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാരണം ഞാൻ തന്നെ കേസ് സ്വന്തമായിട്ട് വാദിക്കാന്ന് ആദ്യം അങ്ങനെ സ്വന്തമായിട്ട് വാദിക്കാന് അല്ലാതെ ആരെങ്കിലും ഇയാൾക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആരെങ്കിലും വെക്കണമെന്ന് പറഞ്ഞപ്പോ ആരും മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോ അംബേദ്കർ തന്നെ പറഞ്ഞു ഞാൻ എന്നാല് പ്രോസിക്യൂഷൻ എടുക്കാം എന്ന് അംബേദ്കർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടും സ്വന്തമായിട്ടാണ് ഗോഡ്സെ ഈ കേസുകൾ വാദിക്കുന്നത്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഈ കാര്യങ്ങള്. ഈ ഒരു കേസ് ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് വായിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാ പോയിന്റും ഓരോ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തോക്ക് സംഘടിപ്പിച്ചത്, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ആരൊക്കെയാണ് കൂട്ടാളികളായിട്ട് കൂടെ കൂട്ടിയത്, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ഓരോ ദിവസമുള്ള കൃത്യമായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ
കേസ് വിസ്തരിക്കുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആൻസർ കൊടുക്കുകയും എഴുതി കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ ഈ ചോദ്യങ്ങൾക്ക് ഓപ്പോസിറ്റില് വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം ഗോഡ്സെ കൊടുക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അതിലൊക്കെ ഗോഡ്സെക്ക് സവർക്കറോട് അവസാന കാലഘട്ടത്തില് യഥാർത്ഥത്തില് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവര് വളരെ ചെറുപ്പക്കാരും മറ്റു ആളുകളും ഹിന്ദു മഹാസഭയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഏതാണ്ട് വയസ്സായ ആളുകളൊക്കെയായി. അപ്പം അതുകൊണ്ട് മുൻപുണ്ടായിരുന്ന ഇപ്പൊ ഈ ലണ്ടനിലെ ബോംബ് മാനുവൽസ് സെൻഡ് ചെയ്തിരുന്ന സവർക്കറെ അല്ല പിന്നീട് നമ്മൾ കാണുന്നത്. ഇത് മാത്രമല്ല, പാരീസിലേക്കൊക്കെ രക്ഷപ്പെട്ടപ്പോ അവിടെ ലണ്ടനില് താമസിച്ചിരുന്ന സമയത്ത് ലണ്ടനിലൊരു ഒരു ഒരു ചെറിയ സ്ഫോടനം നടക്കുകയും അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ട് സവർക്കറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് സവർക്കർ പുഴയിൽ ചാടി രക്ഷപ്പെട്ടിട്ട് ഫ്രാൻസിലെ സിസിലിയാണ് ലില്ലിയാണ് ഒരു സ്ഥലം പറഞ്ഞത്, അങ്ങോട്ട് നീന്തി രക്ഷപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ആയി മാറി. ആ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ആയി മാറി. അപ്പൊ ആ ഡിസ്പ്യൂട്ട്സിന്റെ ട്രൈബ്യൂണലില് കേസ് വന്നപ്പോ ആ കേസ് വാദിക്കാൻ വേണ്ടി വരുന്നത് കാറൽ മാക്സിന്റെ കൊച്ചുമകളായിട്ടുള്ള എന്തായിരുന്നു അവരുടെ പേര്, ജീൻ ലൂറന്റ് എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അല്ല, ജീൻ ലൂറന്റ് അല്ല, പറഞ്ഞേ പേര് പറഞ്ഞേ ആണെന്ന് തോന്നുന്നു. ജീൻ ലൂറന്റ്, ഓക്കെ, ജെനി ലോങ്കറ്റ്. അപ്പൊ ജെനി ലോങ്കറ്റ് ആണ് ആ കേസ് വാദിക്കുന്നത്. അപ്പൊ ഈ രീതിയില് ഒക്കെ അന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് സവർക്കർ. ആ രീതിയിൽ സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരാളാണ്. നീന്തി രക്ഷപ്പെട്ടത് ഫ്രാൻസിലെ മാർസലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് 1910 അദ്ദേഹം നീന്തിയത്. അപ്പൊ ആ സമയത്ത് ഈ രീതിയിൽ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്നപ്പോ പല ആളുകളും അദ്ദേഹത്തെ സഹായിക്കുന്ന കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ. അപ്പോ പിന്നീട് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു, ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ആയി, ഇന്ത്യയില് ആൻഡമാൻ ജയിലില് താമസിച്ചു. അതിനുശേഷം പിന്നീട് വീട്ടുതടങ്കിൽ കുറെ കാലം താമസിച്ചു. ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സവർക്കർ എന്ന് പറയുന്നത് ഗാന്ധിജിയോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ വിഷൻ ഉണ്ടെങ്കിൽ പോലും ഗോഡ്സെയോട് ഈ ആയുധങ്ങൾ വെച്ച് പോകുന്ന ഒരു രീതിയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് ഗോഡ്സെ വിശദീകരിക്കുന്ന കാണാൻ പറ്റും. ഇത് വായിച്ചു നോക്കുന്ന ഒരാൾക്കറിയാം എന്താണ് ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ. പക്ഷെ പിന്നെ 1969 എത്തുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹിന്ദുത്വ ഐഡിയോളജി ഇവിടെ രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് നേരത്തെ തടയിടണം എന്ന് മനസ്സിലാക്കുകയും ഈ കോൺഗ്രസിനകത്തെ പല ആളുകൾക്കും ഹിന്ദു ഐഡിയോളജിയോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് വേറൊരു രീതിയിൽ വലിയൊരു ഫോർമേഷൻ ഉണ്ടാകും എന്ന് തോന്നുകയും ചെയ്തു ഇവർക്ക്. അപ്പോ പിന്നെയാണ് നമ്മൾ ഈ സവർക്കർ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണുന്ന, ഐ മീൻ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഹിന്ദുത്വ ഐഡിയോളജിയുടെ ആളാണ്, അയാള് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വരുന്ന കാണാൻ പറ്റും. ഇതിന്റെ ഒരു പ്രധാന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴത്തേക്ക് ജനസംഘം 1951 ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ജനസംഘത്തിന്റെ ഒരു വളർച്ച, ജനസംഘം ഒരു മെയിൻ കോറായിട്ട് വരുന്നു. 1960, 69, 70 കാലഘട്ടം ആവുമ്പോ അതിന് കുറച്ചും കൂടെ ഒരു ഗ്രിപ്പ് ഉള്ള രീതിയിൽ അത് ഒരു ചെറിയൊരു രീതിയിൽ വളരുന്നു. അപ്പം ജനതാ പാർട്ടി എന്ന് പറയുന്നത് വീണ്ടും ഒരു പാരലൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനെ മറിച്ചിടാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്.
അതിനകത്ത് ജനസംഘം തുടങ്ങി പല ആളുകളും വരുന്നുണ്ട്. അപ്പം ഇവര് എല്ലാവരും കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 1970 ഒരു 75 കാലം വരെ ശക്തമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1977 ജനസംഘം പിരിച്ചുവിട്ടിട്ട് പിന്നെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ആ സമയം, ആ ഒരു പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ ഹിന്ദുത്വ ഐഡിയോളജിയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരിക. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ മഹാത്മാഗാന്ധിയെ പോർട്രേറ്റ് ചെയ്ത് ഒരു ഐക്കണാക്കുക, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊണ്ടുവരിക, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകളെ സൈഡ് ലൈൻ ചെയ്യുക, ബാലഗംഗാധര തിലകനെ വേറൊരു സൈഡ് ലൈൻ ചെയ്യുക. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആദ്യം മുതല് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പലരും ആളുകൾ എഴുതാറുണ്ട്, നിങ്ങൾ ചെറുപ്പകാലത്ത് ഗാന്ധിജി ആരാധിക്കുമ്പോൾ യുവാവായിട്ട് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെയാണ് ആരാധിക്കുക എന്നും മനസ്സിൽ എന്ന് പറയുന്നൊരു ഫ്രേസ് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. സിമിലർലി ആണ് ഈ ഒരു കാര്യവും സംഭവിക്കുന്നത് സവർക്കറുടെ കാര്യത്തിലും. സവർക്കർ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നതും ഒക്കെ ഈ ഒരു ഹിന്ദുക്കളുടെ ഒരു രീതിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും 1957 സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം ഓരോ പോയിന്റ് ചെയ്യുന്നതും മഹാരാഷ്ട്രയിലെ ശിവാജിക്ക് ശേഷം വന്ന കുറെ ആളുകളുടെ ഒരു നേതൃത്വത്തില് വീണ്ടും ശിവാജിക്ക് ശേഷം വീണ്ടും ഒരു വലിയ ചരിത്രപരമായ മാറ്റം ഡൽഹിയില് മീററ്റിലെ മാർച്ചിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് ശിവാജിയുമായിട്ടാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നാനായിട്ടുള്ള ഒരു ആരാധന, അതുപോലുള്ള കാര്യങ്ങള്, അവിടുത്തെ പല കുടുംബങ്ങളെ കുറിച്ചും ശിവാജിക്ക് ശേഷം ഉണ്ടായിരുന്ന ഫാമിലികളെ കുറിച്ചുള്ള ഒരു ധാരണയും അടുപ്പവും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പിന്നെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ 1969 കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് സവർക്കറിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തില് ഈ ഗാന്ധിവധത്തിന്റെ കണക്ടിവിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കിയാല് നമ്മൾ ഗോഡ്സെയുടെ കേസ് വിസ്താരമാണ്. ഗോഡ്സെ പറയുന്നു എന്നുള്ളതല്ല, കേസ് വിസ്താരത്തിന്റെ മുഴുവൻ ഡോക്യുമെന്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഷിംല കോർട്ടിലെ കേസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ആ കേസിന്റെ മുഴുവൻ ഡോക്യുമെന്റും അവൈലബിൾ ആണ്. അപ്പൊ അതെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഗോഡ്സെ തന്നെ അക്കമിട്ട് പറയുന്നതാണ്. ഞാനിപ്പോ അത് കാണാതെയാണ് പറയുന്നത്, വായിച്ച ഒരു ഓർമ്മയിൽ നിന്ന് എടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതേസമയം അത് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു അത് എത്രമാത്രം എത്ര ക്ലിയർ ക്രിസ്റ്റൽ എവിഡൻസോടുകൂടിയാണ് ഗോഡ്സെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ കാരണം ഇത് കോടതിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തു വരികയൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടത് വളരെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സവർക്കറിനെ ഇങ്ങനെ കരുതേച്ച് ഇവര് കാണിക്കുന്നത്. ഇവരൊരു കാലത്ത് വളരെ പ്രൈസ് ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പിന്നെ സവർക്കറിനെ പിടിച്ച് കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർസലയിൽ വെച്ച് വലിയൊരു ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ആയിട്ട് മാറിയതിനു ശേഷം കൈമാറ്റം ചെയ്യപ്പെട്ട പ്രതിയായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവാണ്. ഒരു ചില്ലറക്കാരനായ ഒരു നേതാവല്ല യഥാർത്ഥത്തില്. അത് ഗാന്ധിജിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. അംബേദ്കറിനെ നിയമം പഠിക്കാൻ വേണ്ടി തുടർന്ന് പുറത്തു പോകാമെന്ന് തോന്നിപ്പിച്ച ഒരു നേതാവാണ്. അങ്ങനെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തൊരു നേതാവാണ്. ഇവര് പറയുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമി കാ ഫെസ്റ്റിവലില് പറയുന്ന കേട്ടു. ഒരു പുസ്തകത്തിന്റെ ഡിസ്കഷനില് എം സ്വരാജ് പറയുന്നതിന്റെ ഒരു മറുപടി ഞാൻ കേട്ടു. അതായത് സവർക്കർ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഭാഷയ്ക്ക് ഒരുപാട് പദങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ പ്രചോദിപ്പിക്കത്തക്ക രീതിയിൽ ബോംബ് മാനുവലുകൾ കൊണ്ടുവന്ന് ഈ ഇന്ത്യയിലെ
റവല്യൂഷണറി ആയ ആളുകളുടെ കൂടെ അത് മുഴുവൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലുള്ള റവല്യൂഷണറീസിനെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലെനിനെ പോലത്തെ അന്ന് കൂടുതൽ എഴുതുകയും റവല്യൂഷണറി മൂവ്മെന്റിന് ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായ ലെനിനെ കണ്ടിട്ടുണ്ട്. അപ്പോ അന്നത്തെ പല ആളുകളെയും കണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേറൊരു ദിശാബോധം കൊണ്ടുവന്ന ഒരാള്. ആ ആളെ കുറിച്ച് അവര് പറയുന്നത്, ഇയാൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഗാന്ധിവാദത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്ന്. ഇത് പറഞ്ഞ ഒരൊറ്റ സെന്റൻസിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗോഡ്സെ കോടതിയിൽ നിരത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തായി? അപ്പൊ ഇവര് വളരെ ബോധപൂർവം മറച്ചു വെച്ചിട്ട് ഇത്തരം നറേഷൻസ് ബിൽഡിന് മാത്രമാണ് സവർക്കറെ എടുത്തിട്ട് വരുന്നത്. ഇവരെല്ലാ കാലത്തും ഇങ്ങനൊരു ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഷ്ടകാലത്തിന് ഒരു പാവം ഈ ഒരു വ്യക്തിയായി പോയി. കാരണം ആൻഡമാൻ ജയിലിൽ എത്രയോ കാലം ജീവിച്ചിട്ടുണ്ട്, അവിടെ കിടക്കേണ്ടി വന്നു 10 വർഷം. അപ്പൊ ഈ പ്ലീ പെറ്റീഷൻസ് കൊടുത്തപ്പോ അതിനകത്ത് എല്ലാവരും, എല്ലാ ജയിലിൽ കിടക്കുന്ന ആളുകൾ, EMS അടക്കമുള്ള ആളുകൾ, ജവഹർലാൽ നെഹ്റു, എല്ലാവരും തടവിൽ പോകുന്ന സമയത്ത് പെറ്റീഷൻ, ക്ഷമാപണം എഴുതി കൊടുക്കുമ്പോ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് മാത്രമാണ് സവർക്കറും ഉപയോഗിച്ചിട്ടുള്ളൂ. തുടക്കത്തിൽ നമ്മൾ സാധാരണ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു സർ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗം ഉള്ളത് പോലെ കോടതിക്ക് കൊടുക്കുമ്പോ എഴുതുന്നതാണ് ആ ഒരു വാക്ക്. അതല്ലാതെ സവർക്കർ മാത്രമല്ല, ഇന്ത്യയിൽ ജയിലിൽ കിടന്നിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഈ വാചകം അവർ ഉപയോഗിക്കും. പക്ഷെ ഈ സവർക്കർ എഴുതി കൊടുത്തിരിക്കുന്ന ആൻഡമാനിലെ ഈ മാപ്പ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിനു മുമ്പ്, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ട സവർക്കറിനെ കുറിച്ച് എഴുതി ഇപ്പോ ആമസോണിൽ വളരെ പോപ്പുലർ ആയിട്ട് ഇന്ത്യയിലുള്ള 2 നറേഷൻസ് ബുക്സ്. ഒന്ന് സവർക്കറിന്റെ സവർക്കറിനെ കുറിച്ചും സവർക്കറിന്റെ ഒരു വശം പറയുന്ന ഒരു പുസ്തകവും, സവർക്കറിന്റെ മറ്റൊരു വശം, സവർക്കർ മോശമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം. ഈ 2 പുസ്തകങ്ങളുടെ ഡിബേറ്റ്സ് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിലുടനീളം ഈ 2 ബുക്സ് പരസ്പരം ഒരു ഡിബേറ്റ്സ് കൊണ്ടുവരികയും സവർക്കറിനെ കുറിച്ചുള്ള വേറൊരു ആസ്പെക്ട്സ് പൊന്തി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ 2 പുസ്തകങ്ങളും വായിച്ചിട്ടില്ല. ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് മാത്രമേ സവർക്കറിന്റെയും അതേപോലെ തന്നെ ഗോഡ്സെയുടെ ഒക്കെ വായിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സവർക്കറുടെ പെറ്റീഷൻ എടുത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പെറ്റീഷൻ എടുത്ത് വായിച്ചു നോക്കിയപ്പം ഞാൻ കണ്ടൊരു കാര്യം, അദ്ദേഹം പേഴ്സണൽ ആയിട്ട് ഈ ജയിലിൽ നിന്ന് എനിക്ക് പോണം, ഞാൻ എന്റേതായ ഒരു കാരണം കൊണ്ട് തെറ്റ് പറ്റിയിട്ട് എനിക്ക് പോണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടേയില്ല. നിങ്ങൾ ആ പെറ്റീഷൻസിന്റെ കോപ്പി ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആര് വേണമെങ്കിലും എടുത്ത്, എന്നോട് ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആര് വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു കാര്യം അതിനകത്ത് ഊന്നി പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, ഞങ്ങളൊരു രാഷ്ട്രീയ തടവുകാരാണ്, ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളൊക്കെ രാഷ്ട്രീയ തടവുകാരാണ്, ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് വലിയ ക്രിമിനൽ കേസുകളിൽ ഒരിക്കലും പുറത്തുവിടാൻ പറ്റാത്തത്ര ക്രൂരന്മാരായിട്ടുള്ള, ക്രൂരത നിറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു വന്നിരിക്കുന്ന ആളുകളെയാണ് ആൻഡമാൻ നിക്കോബറിലെ ഈ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഞങ്ങള് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ തടവുകാരാണ്. ആ രാഷ്ട്രീയ തടവുകാരോട് നിങ്ങൾ കാണിക്കുന്ന മാന്യത ഞങ്ങൾ എന്ന് പറഞ്ഞ സവർക്കറുടെ കൂടെ കുറെ ആളുകളുണ്ട്, അവരോട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയാണ് സവർക്കർ എഴുതിയിരിക്കുന്നത്. ഏത് പോയിന്റ്, എന്നെ ഇവിടുന്ന് വിടണം, എന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ക്ഷമ വേണം എന്ന് സവർക്കർ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. ഞാനത് വായിച്ചു നോക്കി. ഈ ആരോപണങ്ങളൊക്കെ ഒരുപാട് സവർക്കറിനെതിരെ വന്നപ്പോ സവർക്കർ സെൽഫായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് പോയതായിട്ട്, സെൽഫ് റിലീസിന് വേണ്ടി ഒരു പെറ്റീഷൻ കൊടുത്തതായിട്ടോ, സെൽഫ് റിലീസിന് വേണ്ടിയിട്ട് ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതായിട്ടോ, ആൻഡമാൻ ജയിലിനകത്ത് നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും സംഘടിപ്പിച്ചത് ഒരിക്കൽ പോലും സവർക്കറിന് മാത്രം രക്ഷപ്പെടാനോ
ഉള്ള ഒരു രീതിയിലല്ല സവർക്കർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 20 എത്രയോ വർഷങ്ങളോളം, 10 വർഷം ഇവിടെയും 10 വർഷം പിന്നീട് വീട്ടുതടങ്കലിലുമായിട്ട് കഴിഞ്ഞ ഒരു സവർക്കറിനെ സംബന്ധിച്ചിടത്തോളം അയാള് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവും ഏറ്റവും ആദ്യകാലത്ത് ഗാന്ധിജിയൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് എത്രയോ മുമ്പ് ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടനിൽ വെച്ച് പോരാടുകയും ചെയ്ത ഏക വ്യക്തിയാണ് സവർക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത് തോന്നിയതുപോലെ ഉപയോഗിക്കുന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇതിന് നമുക്ക് ഒരു രീതിയിലുള്ള വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സവർക്കറിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും അയാൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തുടക്കം മുതല് ഒരു എഴുത്തുകാരനായിട്ട് തുടങ്ങുകയും ഇന്ത്യയിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ധാരാളം എഴുതുകയും പിന്നീട് ഈ എഴുത്തിലൂടെ തന്നെ ദിശാബോധം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ. പക്ഷെ ഇവർ ഈ രീതിയിലാണ് നറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 പുസ്തകങ്ങള് ഈ ഇപ്പത്തെ പൊളിറ്റിക്കൽ സിനാറിയോയില് വലിയ ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഒറിജിനൽ ഡോക്യുമെന്റിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്കും അയാളെ കുറ്റം പറയാൻ തോന്നില്ല എന്നുള്ള കാര്യത്തില് 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഒരു പേഴ്സണൽ അപ്രോച്ച് പെറ്റീഷന്റെ കാര്യത്തില് ഇവര് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മള് മറ്റ് ആളുകൾ ഇപ്പം EMS എടുത്താലും ശരി, ജവഹർലാൽ നെഹ്റുവിനെ എടുത്താലും ശരി, ആര് വേണമെങ്കിലും എടുത്തോട്ടെ, അവരൊക്കെ തടവിൽ കിടക്കുമ്പോ അവര് കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ അവർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പൊ ജയിലിൽ കിടക്കുമ്പോ EMSന്റെ കൂടെ സഹതടവുകാർ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ EMSന്റെ പെറ്റീഷൻ എടുത്ത് നോക്കുമ്പോ സഹതടവുകാരെ കുറിച്ചല്ല അതിനകത്ത് പറയുന്നത്. അത് ചിലപ്പോൾ സാഹചര്യമായിരിക്കും, ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് അന്നത്തെ സാഹചര്യത്തില് ചിലപ്പം അലോ ചെയ്യുന്നത് ആ ഒരു മെത്തഡോളജിയിലായിരിക്കാം. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അന്ന് EMS ആണെങ്കിൽ പോലും കാണേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസിനകത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ആ കോൺഗ്രസിലെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വളരെ കൃത്യമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും പ്രവർത്തിക്കുന്ന, വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ കൊണ്ടുവരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എന്ന് തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കോൺഗ്രസിനകത്ത് തന്നെ സൃഷ്ടിക്കുകയും ഈ കോൺഗ്രസിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതി സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഇങ്ങനെയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോ EMSനെ പോലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അതിനകത്തോട്ട് പോയി കാണും. അതിനകത്ത് പല ഇൻഫ്ലുവൻസും ഉണ്ട്, മണി ഇൻഫ്ലുവൻസ് ഉണ്ട്, പല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിനകത്ത് എന്തൊക്കെ ഒരു നേതാവിനെ ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വേറൊരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ പറ്റുമോ, അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നും നടന്നിട്ടുള്ളത്. അപ്പം പിന്നീട് നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയില്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവരൊക്കെ അതിലോട്ട് മാറുന്നതാണ് കാണുന്നത്. അതുവരെ ഇവര് പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ കുറച്ചു കാലമാണ് അതിനകത്ത് ആ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഇൻ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത് രണദീവയാണെങ്കിലും അങ്ങനെ പല ആളുകളാണെങ്കിലും അന്ന് ബോംബെയിലെ ഒരു ഓഫീസിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണ് ആ പ്ലാനിന് വരുന്നത്, ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. അമേരിക്കയില് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ പിന്നീട് മോസ്കോ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ എത്തുന്നു. മോസ്കോ യൂണിവേഴ്സിറ്റിയില് ലെനിനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈവൻ ആ ലെനിൻ കണക്ഷൻ കൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് മോസ്കോയിലേക്ക് വരുന്നത്, മോസ്കോയിൽ പഠിക്കുന്നത്, മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നീട് ബോംബെയിലേക്ക് വരുന്നത്, ബോംബെയിൽ ഒരു ഓഫീസ് എടുക്കുന്നത്, പിന്നെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ബോൾഷെവിക്സുകൾ എങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം
എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവര് പല കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ആ രീതിയിലാണ് ഇതിനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളൂ. സവർക്കറിനെ കുറിച്ചും ഗോഡ്സെയെ കുറിച്ചും ഒക്കെ, ഗോഡ്സെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ്സെയുടെ പെറ്റീഷൻ, ഐ മീൻ ഇൻ ദ കേസ്, ഷിംല കോർട്ടിലെ കേസ് നമ്പർ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ആളുകൾ ആ കേസ് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അയാൾ കൊണ്ടുവന്ന കാര്യങ്ങളും അയാൾക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളും ഇവിടെ പകലുപോലെ ഓൺലൈനിൽ അവൈലബിൾ ആകുമ്പോഴാണ് ഇത്തരം നുണകളൊക്കെ ഇവര് പടച്ച് വിടുന്നത്. എന്റെ കയ്യിൽ കേസ് നമ്പർ ഇപ്പൊ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അത് പറയായിരുന്നു. അപ്പം ഒരു ദിവസം പറയാൻ വേണമെങ്കിൽ ഗോഡ്സെയുടെ മുഴുവൻ കേസ് ഡീറ്റെയിൽസും കേസ് നമ്പർ അടക്കം ഷിംല കോർട്ടിൽ ഏത് കോടതിയുടെ മുമ്പിലാണ്, ആ കോടതി എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, അതിനകത്ത് വന്ന മജിസ്ട്രേറ്റ്സ് ആരൊക്കെയാണ്, അതിന് എന്ത് പരിഗണനകളാണ് കൊടുത്തത് തുടങ്ങി അവർ എത്രത്തോളം പ്രാഗൽഭ്യരായിരുന്നു, പിന്നെ അന്വേഷണ കമ്മീഷൻ, കപൂർ കമ്മീഷൻ തുടങ്ങിയ അനേകം ഈ കമ്മീഷൻസ് കൊണ്ടുവരുന്ന വെരിഫിക്കേഷൻസ് എല്ലാം ആ കേസ് ഡയറിക്കകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു. താങ്ക് യു സുജിത് ഭായ്. എനിക്കിതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏത് വസ്തുതയും അവർക്ക് അനുകൂലമായിട്ട് വളച്ചൊടിക്കാൻ കഴിവുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ CPM-ലുള്ള, കേരളത്തിലെ CPM ബഹിഷ്കറിക്കുള്ളതെന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ സവർക്കറെ ഷൂ നോക്കി എന്ന് വെച്ച് അതിശയിപ്പിക്കുന്ന ഒരു നറേറ്റീവാണ്. അത് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും കാരാപ്പാനി എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിന്ന് എടുത്തതാണ്. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത് സവർക്കർ അല്ല. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ സവർക്കറിനെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. ജയിൽ കിടക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ധീരനായ ഒരു മനുഷ്യൻ, നിർഭയനായ ഒരു മനുഷ്യനാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ അതിൽ ചെയ്യുന്നത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ ഭാഗമായിട്ടാണ് അത് കാണിക്കുന്നത്. ആ മോഹൻലാൽ ആ സീൻ ചെയ്യുന്നതിൽ വളരെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്യിക്കുന്നത് അഫ്ഗാനിസ്ഥാനായ ഒരു മുസ്ലിം ജയിലറാണ് അത് ചെയ്യിക്കുന്നത്. അതിനെ വളച്ചൊടിച്ചിട്ടാണ് ഇവര് വളരെ നൈസായിട്ട് സവർക്കറിന്റെ തലയിലേക്ക് അത് വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം. പക്ഷെ ഇത് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് ഇവരൊക്കെ പ്ലാൻ ചെയ്യാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുപോലെ അങ്ങനെ എന്തായാലും സവർക്കറിനെ കുറിച്ച് ഒരു സിനിമ വരുന്നുണ്ടെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആധികാരികമായിട്ട് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത്, അതായത് ഈ ഒരു മാപ്പപേക്ഷ എന്നുള്ളതിനപ്പുറം അദ്ദേഹം അനുഭവിച്ചത് എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുമെന്ന്